നമുക്ക് ഏത് പാദയാത്രയിലും കയറി വരാൻ പറ്റിയ ഒരിടമാണ് കപിൽ സിബൽ സാറിന്റെ വീട് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ പെട്ടെന്ന് കയറി വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോവുകയും മനുഷ്യാവകാശ സംരക്ഷണവും അതേപോലെ ഭരണഘടനാ സംരക്ഷണവും ആയി കഴിഞ്ഞാലും അതിന്റെ എല്ലാം അദ്ദേഹം വളരെ ഇതായിട്ട് ചെയ്തു തന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഈ വഖഫ് സംരക്ഷണ നിയമം രാജ്യസഭയിൽ ചർച്ച ചെയ്തതെന്നൊക്കെ സമയത്ത്, അതായത് കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്നത്. ആ ചർച്ചയ്ക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് തൊട്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ സീറ്റിന്റെ അടുത്തിരുന്നിട്ട് വന്നിട്ട് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്തായാലും നമുക്ക് ഇതുവരെ പാസ്സാക്കിയെടുക്കുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുക തന്നെ വേണം. നീ ഒരു ഹർജി നീ ഇപ്പോൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങിക്കോ. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത സംഗതി എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പോൾ തന്നെ പണി തുടങ്ങി. അതിനുശേഷം ഇത് നിയമമായി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഒരു ഡ്രാഫ്റ്റിന് ശേഷം നമ്മളുടെ നേതാക്കന്മാരായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബും ബാക്കി 4 എംപിമാരും അദ്ദേഹത്തെ വന്ന് കണ്ട് ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കോടതിയിൽ ഹാജരാകാമെന്ന് പറഞ്ഞു. അദ്ദേഹം കോടതിയിൽ നമുക്ക് വേണ്ടി 2 ദിവസവും ഹാജരായി. ഇന്നലെയും ഇന്നും ഹാജരായി. ഇന്ന് നമുക്ക് ഒരു നല്ല ഇടക്കാല ഉത്തരവ് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം എന്നുള്ളതാണ്. The way in which Harris Biran has handled this matter, no doubt, and the comprehensive draft that was prepared, I really didn't have to add much. Right. So I compliment first of all Harris for taking this forward, and of course IUML, because as far as IUML is concerned, I think you were the first people to reach out, right. And the alacrity and the enthusiasm that was shown by IUML to take this issue forward and get a hearing done in the Supreme Court. I compliment IUML, I compliment Harris. Thank you. For your great enthusiasm and your commitment to the cause, because basically this is not about Waqf, it's about ensuring that the culture of India, the diversity of India, as we celebrate this great constitution which protects all, no matter which religion they belong to, it is a fight against the forces of disruption. Yes. The forces that seek to destroy the very basis of a secular constitution. Okay. This is a fight for the survival of our democracy, and I congratulate you both, Harris as well as IUML, for taking this forward. Thank you very much. Thank you very much.